ഹലോ ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ തവണത്തെ ഈ പറയുന്ന പ്ലസ് വണ്ണിലെ എക്സാം കഴിഞ്ഞു. 2024 പ്ലസ് വണ്ണിലെ എക്കണോമിക്സിലെ എക്സാം കഴിഞ്ഞു. നിങ്ങളെല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ 2.5 മണിക്കൂറിൻ്റെ പരീക്ഷയിൽ നമുക്ക് ഇത്തവണ ചോദിച്ചിരുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 8 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ആകെ 8 മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൽ ആദ്യത്തെ 2-3 ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു എന്താ പറയുക കോൺഫിഡൻസ് കംപ്ലീറ്റ് കളയുന്ന രീതിയിലാണ് ചോദിച്ചത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് എന്താണ് ഏകദേശം കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ നമ്മുടെ പോവർട്ടി എന്ന് പറയുന്ന ചാപ്റ്ററിന് ചോദിച്ചിരുന്നു. പോവർട്ടി ലൈനിൽ 75 രൂപ പെർ ഇയർ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാൻ സജസ്റ്റഡ് എ പോവർട്ടി ലൈൻ ഓഫ് 75 rupees പെർ ക്യാപിറ്റ എവരി ഇയർ എന്ന് പറയുന്നത്. അതായത് വർഷം മുഴുവൻ ഒരു വർഷത്തിൽ എല്ലാ വർഷവും 75 രൂപ ആളോഹരി ദാരിദ്ര്യരേഖ നിർദ്ദേശ പദ്ധതി ഏതായിരുന്നു ചോദ്യം. ആ പദ്ധതി എന്ന് പറയുന്നത് വേറെ ഏതല്ല, ബോംബെ പ്ലാനാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. ബോംബെ പ്ലാനാണ് നമ്മുടെ ശരി ഉത്തരം വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഗിവൺ ദ ബിലോ 2 സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് എന്നൊക്കെ മാറി 2 സ്റ്റേറ്റ്മെൻറ്റ് തരുന്നു. നമ്മുടെ CUT എക്സാമിനൊക്കെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ അതിലേക്കുള്ളൊരു സ്റ്റെപ്പ് മാത്രമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് തരും. അതിൽ ശരിയും തെറ്റുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ട് തിരിച്ചറിയാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പേഴ്സൻറ്റൈൽസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ചെയ്യുന്നത്. ഡാറ്റയെ 100 ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതായത് ഈക്വൽ 100 പാർട്സ് ആയിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം 99% വരെ നമുക്കതിൽ മാക്സിമം കിട്ടാറുള്ളത്. അപ്പം ഈക്വൽ 100 പാർട്സ് ആയിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ രണ്ടാമത്തെ നോക്കിയേ, കോട്ടൈൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എത്ര ഭാഗങ്ങളായിട്ട് തിരിക്കുന്നത്, 4 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നത്. കോട്ടൈൽസ് ആർ ദ മെഷേഴ്സ് വിച്ച് ഡിവൈഡ് ദ ഡാറ്റ ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. അപ്പോൾ 2 ഈക്വൽ പാർട്സ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, 4 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ് വരിക യഥാർത്ഥത്തിൽ? നമുക്കിനി മലയാളം കൂടി നോക്കാം. 2 പ്രസ്താവന ഉണ്ട്. ശതമങ്ങൾ വിതരണത്തെ 100 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നു. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ദത്തങ്ങളെ 2 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്ന അളവുകളായിരുന്നു ചതുർത്ഥങ്ങൾ എന്ന് പറയുന്നത് തെറ്റാണ്. മീഡിയൻ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് മധ്യമമാണ് അതിൽ വരുന്നത് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഒന്നാമത്തെ പ്രസ്താവന ശരിയും രണ്ടാമത്തെ പ്രസ്താവന തെറ്റുമാണെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം വരുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഹൂ സെഡ് എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ലൈഫ്. അതായത് ഓർഡിനറി ബിസിനസ് ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ നമ്മുടെ എക്കണോമിക്സ് പഠിച്ച് തുടങ്ങുമ്പോഴേ നമ്മൾ ആദ്യം കേൾക്കുന്നൊരു പേരുണ്ട്, അതാണ് ആൽഫ്രഡ് മാർഷൽ. ഓക്കെ, അപ്പോൾ ആൽഫ്രഡ് മാർഷൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനാണ് എക്കണോമിക്സിനെ കുറിച്ചുള്ള, അതാണ് ചോദിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാവരെയും കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വർഷം പഠിക്കും കേട്ടോ, +2 പഠിക്കും. മനുഷ്യരുടെ സാധാരണ ജീവിത വ്യവഹാരത്തെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞതാരാണ്? അത് ആൽഫ്രഡ് മാർഷലാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം നോക്കാം നമുക്കിവിടെ. നാലാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് സക്സസർ ഓർഗനൈസേഷൻ ടു ദ ഗാട്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗാട്ട് എന്ന് പറയുന്ന കരാറിൻ്റെ പിന്തുടർച്ചയായിട്ട് വന്നത് എന്തായിരുന്നു? നമ്മൾ ഇന്ന് രാവിലെയും കൂടി ലൈവിൽ പറഞ്ഞതാണ്, പഠിക്കാനും പറഞ്ഞതായിരുന്നു WTO എന്ന് പറയുന്നത് അല്ലേ, അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. അതായത് ഗാട്ടിൻ്റെ പിൻഗാമിയായി വന്ന സംഘടനയാണ് WTO എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് 5ാമത്തെ ചോദ്യമാണ് നോക്കുന്നത്. 5ാമത്തെ ചോദ്യം വീണ്ടും അതേപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യാസ് എക്കോണമി അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ റിമെയിൻ ഫണ്ടമെൻ്റലി അഗ്രേറിയൻ. ശരിയാണല്ലേ. ബ്രിട്ടീഷ് ഭരണകാലത്തും ഇന്ത്യൻ എക്കോണമി എന്തിനാണ്? അഗ്രേറിയൻ എക്കോണമി ആയിട്ട് എന്നത്. അപ്പോൾ മലയാളത്തിലും അതിനെ പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അടിസ്ഥാനപരമായി കാർഷിക മേഖലയായിരുന്നു. ശരിയാണ്. രണ്ടാമത്തത് 1881 ഇന്ത്യയിൽ ഒരു സെൻസസ് വഴിയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ജനസംഖ്യ ആദ്യമായി ശേഖരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സെൻസസ് 1872 തന്നെ തുടങ്ങിയിട്ടുണ്ട്, 72 തന്നെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ് സെൻസസ്, ഓക്കെ, ഒരു പൂർണ്ണമായ സെൻസസ് എന്ന രീതിയിൽ അത് നടപ്പിലാക്കുന്നത് 1881. അതുകൊണ്ട് നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെന്നുള്ള ഉത്തരം എടുക്കാം. അതുകൊണ്ട് 2 പ്രസ്താവനകൾ ശരിയാണെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ശരിയാകാൻ ചാൻസ് ഉള്ളത്. അതായത് 5ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏത് വരിക? ഓപ്ഷൻ എ ആണ് വരിക കേട്ടോ. കാരണം 2 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ഇത് 2 പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. 1881 നമുക്ക് ഒഫീഷ്യൽ സെൻസസ് നടന്നതെന്ന് പറഞ്ഞാൽ NCERT ബുക്കിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് പഠിച്ചാൽ തന്നെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരാനുള്ളത്. ഇനി 6ാമത്തെ ചോദ്യം, പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദ ക്വസ്റ്റ്യനെയർ. നമ്മൾ ഇന്നലെയും ഇന്നും ഒക്കെ ലൈവിലായിട്ട് കുറേ വട്ടം പറഞ്ഞ ചോദ്യമായിരുന്നു. ക്വസ്റ്റ്യനെയർ തയ്യാറായി കഴിഞ്ഞാൽ അതിനെ ടെസ്റ്റ് അടിക്കുന്നതിന് നമ്മൾ പറഞ്ഞതാണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ചോദ്യാവലിയുടെ മുൻകൂട്ടിയുള്ള പരീക്ഷണത്തിന് നമ്മൾ പറഞ്ഞവരാണ് പൈലറ്റ് സർവേ അല്ലെങ്കിൽ പരീക്ഷണ സർവേ എന്ന് പറയും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. ഇനി 7ാമത്തെ ചോദ്യം, ദ പ്രിൻസിപ്പൽ കോമ്പണൻറ്റ് ഓഫ് എ ടേബിൾ. ഓക്കെ, ഒരു ടേബിളിൻ്റെ പ്രധാനപ്പെട്ട കോമ്പണൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടേബിൾ നമ്പർ വരും, ടൈറ്റിൽ വരും, ക്യാപ്ഷൻസ് വരും. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ് എന്നാണ് ആൻസർ വരിക, അല്ലെങ്കിൽ ഓൾ ഓഫ് ദിസ് ആണ് ആൻസർ വരിക. നമ്മുടെ 7ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇവയെല്ലാം. പട്ടിക, ശീർഷകം, നിരയുടെ തലക്കെട്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു പട്ടികയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് കേട്ടോ. ഇനി അവസാനത്തെ ചോദ്യം, നമ്മുടെ അവസാനത്തെ ചോദ്യം ഇതായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെൻട്രൽ ഗവൺമെൻറ് സ്പോൺസേർഡ് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ഹൈലി സബ്സിഡൈസ്ഡ് ഫുഡ് ടു മില്യൺസ് ഓഫ് ദ പൂവറസ്റ്റ് ഫാമിലീസ് എന്ന് പറയുന്നത്. അതായത് ആ പൂവറസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പൂവറസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ AAY ആണല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അന്ത്യോദയ അന്നയോജന എന്ന് പറഞ്ഞാൽ ആ ഒരു ടേം ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി.
ഓക്കെ, ദരിദ്രരിൽ ഏറ്റവും ദരിദ്ര ആളുകൾക്ക് മാസത്തിൽ എന്നും 35 കിലോഗ്രാം ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുന്ന പദ്ധതിയാണ് ഈ പറഞ്ഞത്, ദരിദ്രരിൽ ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്ക്. അപ്പോൾ അന്ത്യോദയ അന്നയോജന പദ്ധതി എന്ന് പറഞ്ഞ ഓപ്ഷൻ എ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം എ ആണ് വരിക. 8ാമത്തെ ചോദ്യത്തിന് ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. അതായത് ദരിദ്രരിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള, ഓക്കെ, ദരിദ്ര കുടുംബങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ദരിദ്രരിൽ ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ടൈം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് മലയാളം വായിച്ചു നോക്കുക, അതിൽ നിന്ന് മനസ്സിലാവുന്നത് നേരെ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ പോകുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ 2 ലാംഗ്വേജ് കൂടി വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വീഡിയോസ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ഇത് വൃത്തിയായിട്ട് നോക്കിയേക്കുക. ഇനി നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണ് തൊട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി മാർക്ക് നിങ്ങൾക്ക് ഇതിൽ വളരെ കുറവാണെങ്കിൽ കുഴപ്പമില്ല, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കുഴപ്പമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ള വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ ബാക്കിയുള്ള എക്സാമിന്, ഇനി വരാൻ പോകുന്ന എക്സാമിന് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് പഠിക്കാനുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഞാനുമായിട്ട് കുറച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളും അത് വെച്ച് പഠിക്കുക. അപ്പോൾ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാവർക്കും കൊണ്ട് സാധിക്കട്ടെ. വീണ്ടും എല്ലാവരും ഒരു വട്ടം കൂടി കാണുന്ന വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽ സബീൻ സൈനിങ് ഔട്ട്. ബൈ.